नाजरीन, मैं मोहम्मद कैफ अरशोरी हाज़िर हूँ आपके सामने। और सबसे पहले मैं आप लोगों का शुक्रगुज़ार हूँ। हमारे लिए बेहद खुशी की बात है कि आप हमारे वीडियोस को देखते हैं, लाइक करते हैं, शेयर करते हैं, कमेंट करते हैं, और हमें उम्मीद है कि आप आगे भी ऐसे ही हमारे साथ ताउन करते रहेंगे, हमें हौसला देंगे। ये मेरे लिए भी खुशी की बात है कि मैं आपके सामने अल्लामा इकबाल की नज़्म को पढ़ता हूँ और कोशिश करता हूँ कि अच्छी से अच्छी तरह आपके सामने पेश करूँ। और उसके बाद हमारे साथी अब्दुर्रहमान उसको अपनी मलयालम ज़ुबान में आपके सामने उसका ख़ुलासा, तशरीह, उसकी तौज़ीह पेश करते हैं। और इंशाअल्लाह नज़्म शिकवा के बाद अभी इस वक्त हम इस नज़्म के आखिरी मरहले में हैं। इसके बाद हम जवाब शिकवा की भी सीरीज़ लेकर चलेंगे और उसको भी एक के बाद एक बंद पढ़ के आपके सामने पेश करेंगे। तो फ़िलहाल आप ऐसे ही हमें अपनी मोहब्बत से नवाजते रहिए, हमारा साथ दीजिए। बेहद शुक्रिया। अब मैं जो हूँ नज़्म शिकवा का 21वां, 22वां, 23वां, 24वां बंद आपके सामने इंशाअल्लाह भी एक के बाद एक पेश करूँगा। पहले 21वां बंद मुलाहिज़ा फरमाएँ। അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സ്വാഗതം. അല്ലാമ ഇക്ബാലിന്റെ ഷിക്വ 20 സ്റ്റാൻസകൾ കഴിഞ്ഞു. അവസാന സ്റ്റാൻസകളിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, ഈ ഒരു സ്റ്റാൻസകളൊക്കെ വല്ലാത്ത വരികളാണ്. നമ്മളൊക്കെ ഒന്ന് മനസ്സിരുത്തി കേട്ടാൽ, മനസ്സിരുത്തി വായിച്ചാൽ നെഞ്ചിലേക്ക് തറക്കുന്ന സ്റ്റാൻസകളാണ്. അപ്പൊ ഈ സ്റ്റാൻസയിൽ പറയുന്നത്, അല്ലാമ ഇക്ബാൽ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? തുജ്കോ ഛോടാ കി റസൂലെ അറബി കോ ഛോടാ. ഞങ്ങൾ നിന്റെ പ്രവാചകനെയോ നിന്നെയോ ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടോ? തുജുക്കോ ചോടാക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കോ ചോടാ. ഞങ്ങൾ നിന്നെയോ നിന്റെ പ്രവാചകനെയോ ഒഴിവാക്കിയിട്ടുണ്ടോ, കൈവെടിഞ്ഞിട്ടുണ്ടോ, അവരുടെ മാർഗം ഉപേക്ഷിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ഇപ്പോഴും വിശ്വാസികൾ തന്നെയാണല്ലോ. പക്ഷെ എന്നിട്ടും നീ എന്താണ് ഈ മുസ്ലിം സമുദായത്തെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അവർക്ക് നീ ഒന്നും കൊടുക്കുന്നില്ല. അവർക്കൊരു ഹയാലി ദുനിയ, ഒരു സാങ്കല്പിക ലോകം മാത്രം കൊടുക്കുന്നു, അവിശ്വാസികൾക്കെല്ലാം കൊടുക്കുന്നു. എന്നിട്ട് ആ അവിശ്വാസികൾ ഈ മുസ്ലിം സമുദായത്തെ പരിഹസിക്കുന്നു, അവഹേളിക്കുന്നു, പുച്ഛിക്കുന്നു, അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നു, അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ. ഇതൊക്കെ നിനക്കും അറിയാമല്ലോ. നിന്റെ തൗഹീദിന്റെ കാര്യത്തിൽ നിനക്കും ആവലാതിയും വേവലാതിയും ഇല്ലേ? ഞങ്ങൾ മാത്രമല്ലല്ലോ, നിന്റെ തൗഹീദിന്റെ കാര്യത്തിൽ നിനക്കും ഉത്തരവാദിത്തമില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ സ്റ്റാൻസുകളിൽ. ഇവിടെ ചോദിക്കുന്നത്, തുജുക്കോ ചോടാക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കോ ചോടാ. ഞങ്ങൾ പ്രവാചകനെയോ നിന്നെ ഉപേക്ഷിച്ചിട്ടുണ്ടോ? ഒരു ചോദ്യചിഹ്നം പോലെ ചോദിക്കുകയാണ്. അതായത് നിഷേധാത്മകമായിട്ട് ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല എന്നതിൽ ചോദ്യം ചോദിക്കുകയാണ്. ബുത്ഗരി പേശകിയ ബുത്ത് ശികനി കോ ഛോടാ. എന്നിട്ട് അടുത്ത വരിയിൽ ചോദിക്കുന്നത്, ഞങ്ങൾ ഏതെങ്കിലും വിഗ്രഹങ്ങളെ പൂജിക്കാൻ തുടങ്ങിയോ? ഞങ്ങൾ വിഗ്രഹങ്ങളെ നിഗ്രഹിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഹൃദയത്തിൽ നീയും നിന്റെ പ്രവാചകനുമല്ലാതെ ഏതെങ്കിലും മനുഷ്യ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ തലകുനിക്കുന്നവരല്ല ഞങ്ങൾ ഏതെങ്കിലും വിഗ്രഹങ്ങളെ നിഗ്രഹിക്കുന്നതിനു പകരം എല്ലാത്തരം മനുഷ്യ ദൈവങ്ങളെയും കടപുഴക്കി എറിഞ്ഞുകൊണ്ട് ഏകനായ നിന്നെ വണങ്ങുകയും ആ ഒരു തൗഹീദ് മനസ്സിൽ അടിയുറച്ച ആളുകളാണ് ഞങ്ങൾ. അത് ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടോ? വിഗ്രഹ പൂജക്ക് പകരം വിഗ്രഹങ്ങൾ വിൽപ്പന ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ? വിഗ്രഹ വ്യാപാരം ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ? ഞങ്ങൾ ഇന്നും വിഗ്രഹ വ്യാപാരം തുടങ്ങുന്നില്ല എന്ന് മാത്രമല്ല, വിഗ്രഹ പൂജയോ വിഗ്രഹ വ്യാപാരമോ ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നൊക്കെ എല്ലാം ഇക്ബാൽ പറയാണ്. അടുത്ത വരിയിൽ ലൈല മജ്നൂൻ എന്ന കഥയുമായിട്ട് സാമ്യപ്പെടുത്തുന്ന ഒരു വരിയാണ്. ഇഷ്ഖുകോ ഇഷ്ഖുകി ആശുഫ്ത സരീകോ ഛോടാ. പ്രേമം തലയിൽ മൂത്തുകൊണ്ട് നിന്നോടുള്ള സ്നേഹം ഞങ്ങൾ ഒഴിവാക്കിയോ? നമുക്കറിയാം ലൈല മജ്നൂൻ, അതിൽ ഖൈസിന്റെ കഥ അറിയുന്നവർക്ക്, ഖൈസ് ലൈലയോടുള്ള സ്നേഹം കൊണ്ട് മതോന്മുക്തനായിട്ട് അതിൽ ജീവിതം തന്നെ നശിച്ചു പോയതാണ്. അപ്പൊ ഇവിടെ പറയുന്നത്, സ്നേഹം മൂത്തുകൊണ്ട്, സ്നേഹത്തിന്റെ ആ പളപളപ്പിൽ നിന്നോടുള്ള സ്നേഹം ഞങ്ങൾ ഒഴിവാക്കിയിട്ടില്ല. ഞങ്ങളുടെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനത്ത് നീ തന്നെയാണുള്ളത് എന്നൊക്കെ അല്ലാമ ഇക്ബാൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വരിയിൽ പറയുന്നത് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു, അതുപോലെ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു, അവരെ പറ്റിയൊക്കെ പറയാണ്. റസ്മെ സൽമാൻ ഉവൈസെ ഖർനി കോ ഛോടാ. അവരുടെ റസ്മെ, അവരുടെ ചര്യ, അവരുടെ പാതയെ ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടോ? റസ്മെ ഉവൈസുൽ ഖർനി വ സൽമാൻ ഫാരിസി കോ ഛോടാ. സൽമാൻ ഫാരിസിയോ ഉവൈസുൽ ഖർനിയോ ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടോ? റളിയല്ലാഹു അൻഹുമ. അവരുടെ റസ്മ, അവരുടെ ചര്യ, അവരുടെ പാതയം തന്നെയാണ് ഞങ്ങളും പിടരുന്നത്. ഈ ഉവൈസുൽ ഖർനിയുടെ ഒക്കെ ചരിത്രം പറയുമ്പോൾ അതിങ്ങനെ വീഡിയോ നീണ്ടു പോകും, അത് അറിയുന്നവർക്കറിയാം. ഇവിടെ ഉവൈസുൽ ഖർനിയെയൊക്കെ ഉദാഹരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം, പ്രവാചകനെ കാണാൻ വല്ലാതെ ആഗ്രഹിക്കുകയും എന്നാൽ പ്രവാചകനെ കാണാൻ സാധിക്കാതിരിക്കുകയും ചെയ്ത മഹാവ്യക്തിത്വമാണ് ഉവൈസുൽ ഖർനി. യമനിൽ ജീവിച്ചിരുന്ന മഹാവ്യക്തിത്വം. സിഫീൻ യുദ്ധത്തിലാണെന്ന് തോന്നുന്നു ഷഹീദായിട്ടുള്ള മഹാവ്യക്തിത്വം. അപ്പൊ അവരെ ഉദാഹരിക്കുമ്പോൾ നമുക്കറിയാം, പ്രവാചകനോടുള്ള നമ്മുടെ ഹുബ്, മുഹബത്ത്, പ്രവാചകനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ജീവിക്കുന്ന ആളുകൾ. അപ്പൊ അതൊക്കെ ഉദാഹരിച്ചുകൊണ്ട് പറയുന്നത്, സൽമാൻ ഫാരിസിയെയോ ഉവൈസുൽ ഖർനിയെയോ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല, അവരുടെ ചര്യ ഞങ്ങൾ ഒഴിവാക്കിയിട്ടില്ല എന്ന് പറയാം. എന്നിട്ട് അടുത്ത വരിയിൽ ഒരു വിപ്ലവ ധ്വനിയോടുകൂടി അല്ലാമ ഇക്ബാൽ പറയാണ്, ആഗ് തക്ബീർ की सीनों में दबी रखते हैं, आग तकबीर की सीनों में दबी रखते हैं.
ആഗ് തക്ബീർ കി സീനെ, നിന്റെ തക്ബീറിന്റെ ആഗ്, അതിന്റെ തീപ്പൊരി, അതിന്റെ തീനാളം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇപ്പോഴുമുണ്ട്. അത് സ്പാർക്ക് ചെയ്യുന്നുണ്ട്. നിന്റെ തക്ബീറിന്റെ, ആ തക്ബീറിന്റെ ധ്വനി മുഴക്കുമ്പോ ആ ധ്വനി മുഴക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിന്റെ അഗ്നിസ്ഫുലിംഗം ഞങ്ങളുടെ ഹൃദയത്തിൽ ഇന്നും സ്ഫുരിക്കുന്നുണ്ട്. അത് ജ്വലിച്ചു കത്തുന്നുണ്ട്, അണയാതെ കത്തുന്നുണ്ട് ഞങ്ങളുടെയൊക്കെ ഹൃദയങ്ങളിൽ, ഞങ്ങളുടെയൊക്കെ ആത്മാവിൽ, ഞങ്ങളുടെയൊക്കെ ഹൃദയങ്ങളിൽ നിന്റെ തൗഹീദും തക്ബീറും അതിന്റെ ജ്വാല അണയാതെ കത്തുന്നുണ്ട് എന്നല്ല മൈക്വാൽ പറയാം. जिंदगी मिसले बिलाले हबशी रखते हैं, जिंदगी मिसले बिलाले हबशी रखते हैं. എന്നിട്ട് ഈ സ്റ്റാൻസയുടെ അവസാനത്തെ വരിയിൽ പറയാണ് ജിന്ദഗി മിസ്ലെ ബിലാലെ, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ത്യാഗനിർഭരമായ ആ മഹത്തരമായ ജീവിതത്തിൽ ഞങ്ങൾ ഇന്നും തയ്യാറാണ് എന്നല്ല മൈക്വാൽ പറയാണ്. ഏതായാലും അടുത്ത സ്റ്റാൻസ് അടുത്ത വീഡിയോയിൽ കേൾക്കാം. അതുവരെ നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.